പെനാൽറ്റി ഫോർ ഫെയിലിയർ ടു ഫർണിഷ് ഇൻഫർമേഷൻ. പിന്നെ റെസിഡ്യൂവറി പെനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് എനി റോൾ ഓർ റെഗുലേഷൻ ഈസ് വയലേറ്റഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് പെനാലിറ്റി provided, the offender is liable to compensation for 25,000 rupees or penalty up to 25,000 if any rule or regulation violate ചെയ്ത. പിന്നെ 46 എന്ന് പറഞ്ഞ പവർ ടു അഡ്ജഡ്ജിക്കേറ്റ്. ലേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇനി ഞാൻ ഫൈൻ അടപ്പിക്കാൻ പറയാം, GPay വഴി, സ്കൂളിൽ ചെയ്യുന്ന പോലെ അല്ല കോളേജിൽ ചെയ്യുന്ന പോലെ. ആരാണ് ഈ വന്ന ആള്? കാണുന്നില്ല, ആരായിരുന്നു അത്? ഒരിക്കൽ കൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേ. രാജേഷ്. രാജേഷിന് ഫൈൻ ഉണ്ട് കേട്ടോ, ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതിന്. സ്കൂൾ കോളേജിലെ പോലെ പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ. ഓക്കെ, ഇനി സെക്ഷൻ 62 സെക്ഷൻ 47 എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് കൺസിഡേർഡ് ബൈ adjudicating officer while deciding compensation. The officer considers unfair gain obtained, loss suffered by the victim, and repetitive nature of the offense. Adjudicating officer എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ 3ാമത്തെ മൊഡ്യൂളിൽ ഡേറ്റ പഠിച്ചപ്പോൾ ആ ഡേറ്റന്റെ ഉപയോഗിക്കുന്ന ആള്, അതിനെ ഉപയോഗിക്കാൻ വേണ്ടി എന്താണോ അതിന്റെ പ്ലാനൊക്കെ ഉപയോഗിക്കുന്നത് അത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് സെക്ഷൻ 47 ഫാക്ടേഴ്സ് കൺസിഡേർഡ് ബൈ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ. ഈ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറിന്റെ കാര്യം നമ്മൾ ഡേറ്റ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഓഫീസർ, അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ എന്നൊക്കെ നമ്മൾ അതിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഇതിനെ ഡേറ്റ ഉപയോഗിക്കുന്ന ആരുടെ ഡേറ്റയാണോ ഉപയോഗിക്കുന്ന അയാളാണ് പ്രിൻസിപ്പൽ ഓഫീസർ എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുന്ന ഒരാളാണ് ഈ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം ഇയാളെ സംബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സെക്ഷൻ 47 പറയുന്നത്. സെക്ഷൻ 47, സെക്ഷൻ 62. സെക്ഷൻ 62 അപ്പീൽ ടു ദ ഹൈക്കോർട്ട്, അപ്പലേറ്റ് ട്രിബ്യൂണൽ അപ്പീൽ അഗെയിൻസ്റ്റ്, അതിന് വേണ്ടിയിട്ട് അത് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണം. Then extension of additional 60 days allowed if sufficient cause is shown. Important offenses and penalties. Computer related offense എന്ന് പറഞ്ഞ സെക്ഷൻ 65, സെക്ഷൻ 66, അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള ടാമ്പറിങ്, സോഴ്സ് കോഡിനെ ടാമ്പർ ചെയ്യുന്നതിനൊക്കെയാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആയിട്ട് നമ്മൾ പറയുന്ന. സെക്ഷൻ 66 എന്ന് പറഞ്ഞാൽ അതൊക്കെ ചീറ്റിംഗ് ബൈ പേഴ്സൺ, സൈബർ ടെററിസം, കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെയാണ് സെക്ഷൻ 66-നകത്ത് ABCD തിരിച്ചിട്ടേക്കുന്നത്. ഇനി പ്രൈവസി ആൻഡ് ഒബ്സീൻ മെറ്റീരിയൽസ് അങ്ങനത്തെയൊക്കെ ഉള്ളത് സെക്ഷൻ 67 പറയും. ദെൻ ഗവൺമെന്റ് ഡയറക്ഷൻസിനെ പറയുന്നത് 67-ലും 68-ലും 69-ലും 67-ലും 69-ലും 70-ലും പറയും. കോൺഫിഡൻഷ്യാലിറ്റി പറയുന്നത് 72-ലാണ്. ഇതങ്ങനെ ഒരു 1-2 കാര്യങ്ങൾ മാത്രം ഓരോ സെക്ഷനിലും ജനറൽ ആയിട്ട് എന്താണ് പറയുന്നതെന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 90 ചാപ്റ്റർ ഉണ്ടല്ലോ, 13 ചാപ്റ്റർ സെക്ഷൻ, 90 സെക്ഷൻസ് ഉള്ളതിൽ എല്ലാം ഒന്നും പറയുന്നില്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയണം. അപ്പം നിങ്ങൾ ഇതിന്റെ ഇതിന്റെ പരീക്ഷ എഴുതുമ്പോൾ ഈ സെക്ഷൻസ് ഒക്കെ 1-2 അറിഞ്ഞിരിക്കാൻ നിർബന്ധമാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ പറയില്ല. ദെൻ ഒഫൻസസ് അണ്ടർ ദ IT ആക്ട് 2000, സെക്ഷൻ 65 കമ്പ്യൂട്ടർ tampering with the computer source documents. അവിടെ this section deals with unauthorized and interference with the computer source code. Offense എന്ന് പറയുന്നത് knowingly or intentionally concealing or destroying or altering then computer source code used for computer program. Punishment എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെ പോകാം, അല്ലെങ്കിൽ 3 വർഷം തടവ്, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച്. Then സെക്ഷൻ 66 പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ഒക്കെയാണ്. അപ്പോൾ അവിടെ ഡിസ്ട്രോയിങ്, ഡിലീറ്റിംഗ് ഓർ ഓൾട്ടറിങ് ഇൻഫർമേഷൻ, റെഡ്യൂസിങ് ദ വാല്യൂ ഓർ യൂട്ടിലിറ്റി ഓഫ് ദ ഡേറ്റ,
പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ അത് രണ്ടും കൂടെ. സെക്ഷൻ 66 അതുപോലെ അതുപോലെ തന്നെ ഒഫൻസ് ആൻഡ് പണിഷ്മെന്റ് ഉണ്ട്. സെക്ഷൻ 66ലും സെയിം ഒഫൻസ് ആൻഡ് പണിഷ്മെന്റ്സ് ഉണ്ട്. എല്ലായിടത്തും ഇതുപോലെ 3 വർഷം തടവ് കോമൺ ആയിട്ടുണ്ട്. 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഓരോ ഇതനുസരിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഇനി ഒഫൻസ് ആൻഡ് പണിഷ്മെന്റ് സെക്ഷൻ 66, സെക്ഷൻ 67 അങ്ങനെയൊക്കെ. ഇനി റൈറ്റ് ടു ആക്ട് 2005, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ enacted by the government of India to promote the transparency. Then objectives എന്ന് പറയുന്നത് transparency, accountability, to curb corruption and misuse of power. Then scope of the act എന്ന് പറയുന്ന RTA Act applies to central government, state government, then local bodies, public sector. Then information means any material in any form. Key definitions under RTI Act. അവർ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് ഇവിടെ പറയുന്നത്. ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് ഡേറ്റ ആവാം, റെക്കോർഡ്സ് ആവാം, ഡോക്യുമെന്റ്സ് ആവാം, ഇമെയിൽസ് ആവാം, സർക്കുലർസ് ആവാം. പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ പാർലമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിനാൻസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അതോറിറ്റിനെയാണ് പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എവറി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു ഇൻസ്പെക്ട് ദ ഗവൺമെന്റ് റെക്കോർഡ്സ് and they can take notes or extract or certified copy, and they can obtain information and they can receive the information within the prescribed time. പിന്നെ RTI ഫയൽ അപ്ലൈ ചെയ്യാൻ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് അവകാശമുള്ളൂ. അപ്പോൾ ഒബ്ലിഗേഷൻ, പബ്ലിക് അതോറിറ്റീസ് മസ്റ്റ് മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് പ്രോപ്പർലി and they must computerize the records and they must publish the information and appoint the public information officers. ടൈം ലിമിറ്റ് ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 30, 48, 35. 30 എന്ന് പറയുന്നത് നോർമൽ റിക്വസ്റ്റ് ആണ്. ലൈഫ് കൺസേണിങ് ഓർ ലിബർട്ടി 48 മണിക്കൂറാണ്. ദെൻ എനി അതോറിറ്റിക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്തതിനെ റിലേറ്റ് ചെയ്ത് വരുന്നത് 35 ദിവസത്തിനാണ്. ദെൻ എക്സെംഷൻ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിക്ക് ഇൻഫർമേഷൻ എക്സെംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാബിനറ്റ് പേപ്പേഴ്സ്, പേഴ്സണൽ ഇൻഫർമേഷൻ അങ്ങനെയൊക്കെ. ദെൻ partial disclosure, if part of the information is exempt, non-exempt portion must be disclosed. Exempt the portion may be severed and it appeals under the RTI Act. Penalities എന്ന് പറയുന്നത് എപ്പോഴാണ് പെനാലിറ്റിക്ക് പെനാലിറ്റി നമ്മൾ ചുമത്തപ്പെടുന്ന എപ്പോഴാന്ന് വെച്ചാൽ when we refuse to receive the RTI application or when we delay the information, when we provide the false or misleading information or destroy the requested information. അപ്പോൾ പെനാലിറ്റി എന്ന് പറയുന്നത് 250 rupees per day. Refuses to receive RTI information, delays the information. ഇവിടെ എല്ലാം പെനാലിറ്റി എന്ന് പറയുന്നത് 25,000 രൂപയാണ്. നോ ലീഗൽ. അപ്പോൾ RTIനെ പറ്റി കുറച്ച് 1-2 കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് പെനാലിറ്റീസ് വരുന്നത്, എന്തൊക്കെയാണ് പെനാലിറ്റി എമൗണ്ട് വരുന്നത്, അതിൻ്റെ ആക്റ്റും സൈബർ ലോയും ഏതുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്, എന്താണ് RTIയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മുടെ സിറ്റിസൺ എംപവർമെന്റ്, ദെൻ ഇംപ്രൂവ്സ് ദ സർവീസ് ഡെലിവറി, റെഡ്യൂസ് ദ കറപ്ഷൻ, സ്ട്രെങ്തൻ ഡെമോക്രസി ആൻഡ് എൻകറേജസ് ദ റെസ്പോൺസിബിൾ ഗവർണൻസ്. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് ആക്ട് 2008, സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് അമെൻമെന്റ്സ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളത് സെൻഡ് ചെയ്ത് തന്നാണ്. അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക കേട്ടോ. ഞാനിത് അത് വായിച്ചു പോകുന്നില്ല, കാര്യം ഇത് നമ്മൾ നോക്കിയതാണ്. ശരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിലുള്ളൂ. ശരിക്കും നമ്മുടെ മൊഡ്യൂള് ഇത്രയാണ് പറയുന്നുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് നിങ്ങളൊന്ന് പഠിച്ചെടുക്കണം. അതല്ലാതെ ഇനി പുതിയതായിട്ട് അതിനകത്ത് പറയുന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഇതിനകത്ത് കുറെ പോയിന്റ്സ് എഴുതണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ ഇപ്പൊ ഇങ്ങനെ സെക്ഷൻസ് ഉണ്ടെന്നും
ഇന്ന സെക്ഷൻസ് ആണെന്നും ഇന്ന സെക്ഷൻസ് അങ്ങനെയുള്ള പോയിന്റ്സ് അതിനകത്ത് വരുത്തിക്കാൻ നോക്കണം, എന്നാലാണ് മാർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കത്തി വെച്ചാൽ കുഴപ്പമില്ല, കത്തി വെക്കണ്ട എന്നല്ല, പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണം. ആ പോയിന്റ്സുകൾ കറക്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കത്തി വെച്ചോ, കുഴപ്പമില്ല. പക്ഷെ ഒരു ഹെഡിങ് പോലെ വെച്ചിട്ട് സെക്ഷൻ 72 ഇന്ന കാര്യമാണ് പറയുന്നത്, എന്നിട്ട് അത് അതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വലിച്ചു നീട്ടാം. അതൊരു 7 മാർക്കിന് ചോദിച്ചാൽ ആ 7 മാർക്കിനനുസരിച്ചിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക്, പോയിന്റുകൾ നിങ്ങൾക്ക് അതിനകത്ത് എഴുതി നിറയ്ക്കാം. പക്ഷെ ഈ ടേംസ് ഒക്കെ അവിടെ വരുത്തിക്കാൻ നിങ്ങൾ നോക്കണം, എന്നാലാണ് മാർക്ക് കിട്ടത്തുള്ളൂ.